Hello friends. Okay, so നമുക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും അറിയാം ഇപ്പം ലേൺ വിത്ത് ജിബിൻ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ലൈവ് ക്ലാസ് ആണ്. സോ ഈ ലൈവ് സെഷനിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിങ്ങൾക്ക് ചില ആൾക്കാർ പല കുട്ടികളും നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. സോ പല കുട്ടികൾ നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്, കുറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. സോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ നോക്കാം. സോ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അല്ലെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം നമ്മൾ പറയുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ, അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തതാണ് ഡി ബ്രോയിസ് മാറ്റർ വേവ് കൺസെപ്റ്റ്. ഡി ബ്രോയിസ് മാറ്റർ വേവ് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാവുന്നല്ലോ. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു മാറ്റർ ഒരു വെലോസിറ്റി വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു പാർട്ടിക്കിൾ വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ബോത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ ആൻഡ് വേവ്, വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ദാറ്റ് തിയറി ഓർ ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഡി ബ്രോയിസ് മാറ്റർ വേവ് കൺസെപ്റ്റ്. രണ്ടാമതായി എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫൈൻഡ് ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ഇലക്ട്രോൺ വിത്ത് പ്രിസിഷൻ. പ്രിസിഷനോട് കൂടിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 pi അല്ലേ? വാട്ട് ഈസ് ഡെൽറ്റ എക്സ്? എറർ ഓർ പ്രിസിഷൻ ഓഫ് പൊസിഷൻ. എന്താ ഡെൽറ്റ പി? ദാറ്റ് ഈസ് മൊമെന്റം, ദ എറർ ഇൻ മൊമെന്റം ഓർ പ്രിസിഷൻ ഇൻ മൊമെന്റം. ഒന്ന് എന്റെ കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ഡെൽറ്റ എക്സ് ഇവിടെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ we can say the delta x is equal to 0. ഇവിടെ ഡെൽറ്റ എക്സ് 0 ആണെങ്കിൽ ഡെൽറ്റ പി ന്റെ വാല്യൂ എത്രയാ? ഡിവൈഡഡ് ബൈ 0 വരും. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ ഡെൽറ്റ എക്സ് 0 ആണെങ്കിൽ ഡെൽറ്റ പി ഇൻഫിനിറ്റി. എന്താ ഡെൽറ്റ പി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഇൻ ഫൈൻഡിങ് മൊമെന്റം ഈസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആണ് ഫൈൻഡിങ് എറർ ഓഫ് മൊമെന്റം. മൊമെന്റത്തിലെ എറർ എത്രയാ? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡെൽറ്റ പി മൊമെന്റത്തിലെ എറർ 0 അല്ലെങ്കിൽ മൊമെന്റത്തിലെ എറർ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് we can find the momentum of a microscopic particle with a great precision. We can find that delta x is equal to infinity. So we cannot find the exact position of that microscopic particle. നമ്മൾ microscopic particle ന്റെ exact position നമുക്ക് കാണാൻ പറ്റില്ല. That is the very important concept or the very important hypothetical theory of ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണത്. ഓക്കെ, ക്ലിയർ അല്ലേ? കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം മക്കളെ. സോ ഈ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഡി ബ്രോയിസ് മാറ്റർ വേവ് കൺസെപ്റ്റും ആ കാലത്ത് വന്നിരുന്ന ഏറ്റവും സയന്റിഫിക് വേൾഡിൽ നൽകിയിട്ടുള്ള ഏറ്റവും ഹ്യൂജ് ഒരു സംഭാവനയാണ് നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റുകളും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവാം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അല്ലെ? സോ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, നമുക്ക് നീൽസ് ബോറിന്റെ ആറ്റം മോഡലിന് ഒരുപാട് ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നു. സോ ഈ നീൽസ് ബോറിന്റെ ഡ്രോബാക്സുകളാണ് നമുക്ക് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഡി ബ്രോയിസ് മാറ്റർ വേവ് കൺസെപ്റ്റ് ആസ് വെൽ ആസ് ദ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ഇങ്ങനെ നിന്നിരുന്ന കാലത്താണ് ഇർവിൻ ഷോഡിഞ്ചറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈസൻബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റും ഇവർ രണ്ടുപേരും കൂടിയും നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സയന്റിഫിക് വേൾഡിന് തരികയാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഒന്നാമത്തെ ഇർവിൻ ഷോഡിഞ്ചർ എന്ന് പറഞ്ഞത്, ഇർവിൻ ഷോഡിഞ്ചറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇർവിൻ ഷോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഇസ് കോൾഡ് ഷോഡിഞ്ചേഴ്സ് വേവ് ഇക്വേഷൻ. എന്താ പറയാ?
Schrodinger's wave equation. So what is Schrodinger's wave equation? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. What is Schrodinger's wave equation? Dou square psi divided by dou x square plus dou square psi divided by dou y square plus dou square psi divided by dou z square plus 8 pi square m divided by n square h square into e minus v into psi equal to 0. This is the famous Schrodinger's wave equation. This gives the 3D structure or the electronic distribution around the atom in a 3D structure. ഒരു 3D സ്ട്രക്ചറിലെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഒരു 3D സ്പേസിലുള്ള ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റ് തരുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ഇത് Schrodinger's wave equation. എന്താ പറയാ? Schrodinger's wave equation ആണ് ഇത്. So Schrodinger's wave equationലെ നിങ്ങൾക്ക് അറിയാത്ത ഒരു ടേം ഉണ്ടാവും, that is psi. ഈ psi നമ്മൾ പറയുന്ന പേരാണ് വേവ് ഫംഗ്ഷൻ. That is the amplitude of the wave function. Amplitude of the wave function. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. ഇലക്ട്രോൺ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. സോ ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിള് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു വെലോസിറ്റിയിൽ ഇലക്ട്രോൺ എന്ന മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിള് മൂവ് ചെയ്യുന്ന സമയത്ത് അത് വേവ് മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു വേവ് മോഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. That amplitude of this wave function is called psi. എന്താ പറയാ? psi എന്ന് പറയും. That is the amplitude of the wave function. It has no physical meaning. ഇതിനൊരു physical meaning ഇല്ല. It is just a mathematical value. ഒരു mathematical value മാത്രമാണ്. But ഈ psi എന്ന് പറഞ്ഞതിന്റെ നോക്കേ modulus of psi square നമ്മൾ എടുക്കുന്ന സമയത്ത് it will give the probability density of electron around the atom. ഒരു ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ, ആറ്റത്തിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത, that is called probability density of electron. So psi square will give the probability density of electron. The probability density of electron. ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? സോ നോക്കിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ കൃത്യമായി ശ്രദ്ധിക്കണേ. സോ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ പ്രോബബിലിറ്റി കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് വരും, എങ്ങനെയാണ് ഇവിടെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് വരിക എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സോ എന്റെ മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സോ ഇതിന്റെ ഓരോ പോസ്റ്റുലേറ്റുകളും, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ ഓരോ പോസ്റ്റുലേറ്റുകളും നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത് അറിയോ? ദ എനർജി അസോസിയേറ്റഡ് വിത്ത് electron is quantized. എന്താ പറഞ്ഞേ? The energy associated with electron is quantized. എന്താണ് ഈ quantized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Quantized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but discontinuous discrete packets of energy called quanta. Discontinuous discrete packets of energy called quanta. Quanta എന്ന് പറഞ്ഞാൽ discontinuous ആയിട്ടുള്ള discrete ആയിട്ടുള്ള എനർജി ആണ്. ആർക്കും ഏകദേശം ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പോലെ തന്നെ നമുക്ക് ആർക്കും പറയാം, ഇലക്ട്രോൺ എന്നും പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്റെ മക്കൾ ശരിക്കും ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താണെന്നറിയോ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കേ, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ട്രാജക്ടറി ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ട്രാജക്ടറി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധ്യമല്ല. ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി നോക്കേ. ട്രാജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പാത്താണ്. എന്താ പറഞ്ഞേ? പാത്താണ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ എന്താ പറഞ്ഞ? ട്രാജക്ടറി. സോ ട്രാജക്ടറി ഓഫ് ഇലക്ട്രോണിന്റെ ട്രാജക്ടറി നമുക്ക് ഒരിക്കലും കാണാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്താ ഇത് അക്കോർഡിംഗ് ആവാനുള്ള കാരണം നോക്കേ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് ഇത് നോക്കേ അക്കോർഡൻസ് ആവാനുള്ള കാരണം അതാ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ട്രാജക്ടറി ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ട്രാജക്ടറി നമുക്ക് കാണാൻ സാധിക്കില്ല. മൂന്നാമത്തത്, there exists a psi value. ഞാൻ നേരത്തെ പറഞ്ഞു, there exists a psi value which means the amplitude of the wave function. ആ വേവ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് പറയുന്നതാണ് psi value. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാജക്ടറി നമുക്ക് കാണാൻ പറ്റില്ല.
സോ ട്രാജക്ടറി നമ്മൾ കാണാൻ പറ്റില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? വി ആർ യൂസിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, maximum probability of finding electron. So maximum probability, the region or the space around the atom which have maximum probability of finding electron is called a orbital. എന്താ പറയുന്നത്? പുതിയൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ. എന്നതായി ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തായി ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the probability of finding the region or space around the atom in which the probability of finding electron is maximum. Maximum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ around 90 to 95%. around 90 to 95% ഇലക്ട്രോണെ കാണാനുള്ള ആറ്റത്തിലുള്ള സ്പേസിനെ ഓർ റേഞ്ചിനെ നമ്മൾ പറയുന്ന പേര്, റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റൽ. എന്താ ഓർബിറ്റൽ എന്ന് പറയുന്നത്? സോ ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റലിലേക്ക് പറയുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. സോ ശ്രദ്ധിക്കുക. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി പറഞ്ഞു, നമ്മൾ മൂന്നാമത്തെ പോസ്റ്റുലേറ്റും പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയുന്ന നാലാമത്തെ പോസ്റ്റുലേറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. If an electron consists of more than one psi value, ഒരു ഇലക്ട്രോൺ മോർ ദാൻ വൺ psi value എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ that means it consists of more than one orbital. അതിനെന്തുണ്ടാവും? more than one orbital ഉണ്ടാവും. ഒരു ഇലക്ട്രോണിന്റെ കേസിൽ more than one psi value ഉണ്ടെങ്കിൽ it consists of more than one electron, more than one orbital in an atom. ഓക്കെ, ഇനി അഞ്ചാമത്തെ നോക്കുക, ശരിക്കും ശ്രദ്ധിക്കണേ. അഞ്ചാമത്തെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ അഞ്ചാമത്തെ പറയുന്നത്? അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഇതാ. So an electron or SI value should consist maximum two number of electron. ഒരു psi value മാക്സിമം എത്രേ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺ മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണേ പറ്റുള്ളൂ? ഒരു ഓർബിറ്റലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണിനെ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സോ ഇനി ലാസ്റ്റ് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് കൂടി മക്കൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നുള്ളൂ, if we find a psi value for electron, the complete details of the electron can be obtained from this psi value. നമുക്ക് എന്ത് ചെയ്യാം? ഒരു psi value കിട്ടിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് കിട്ടുക? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടുക അറിയോ? ത്രൂ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് which are called a quantum number. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് നമ്പറിൽ നിന്നാണ് നമുക്ക് ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? സോ ഇത്രയുമാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റുലേറ്റുകൾ. ഓക്കെ, സോ പോസ്റ്റുലേറ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്ന കാര്യം ക്വാണ്ടം നമ്പർ തന്നെയാണ്. സോ എന്താണ് ക്വാണ്ടം നമ്പർ? ഓക്കെ, എന്താണ് ക്വാണ്ടം നമ്പർ? ശരിക്കും ശ്രദ്ധിക്കുക. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് നമ്പർ വിച്ച് ഈസ് അസൈൻഡ് ഫോർ ഇലക്ട്രോൺ ടു ഗിവ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയോ? എന്റെ മക്കളോട് ഞാൻ പറയുന്നത് ലെറ്റ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഇലക്ട്രോൺ. എന്താ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഇലക്ട്രോൺ. E എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഇലക്ട്രോൺ. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് ഇലക്ട്രോൺ. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽ ആണ്. അതുപോലെ തന്നെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഓർബിറ്റൽ ആണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആണ്. എന്താ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആണ്. അതുപോലെ തന്നെ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയന്റേഷൻ. എന്താ ഓറിയന്റേഷൻ. സോ ശരിക്കും ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? സോ ഇതാണ് ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ എന്താ? ലൊക്കേഷൻ. രണ്ടാമത്തെ എന്താ? എനർജി അസോസിയേറ്റഡ്. മൂന്നാമത്തെ എന്താ? ടൈപ്പ് ഓഫ് ഓർബിറ്റൽ. നാലാമത്തെ എന്താ? ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. അഞ്ചാമത്തെ എന്താ? that is orientation of orbitals. So these are the details which can be obtained from the quantum number. ഇനി നമുക്ക് എത്ര ടൈപ്പ് ക്വാണ്ടം നമ്പർ ഉണ്ട് മക്കളെ? 4 ടൈപ്പ് ക്വാണ്ടം നമ്പർ ആണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ. എന്താ?
ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തത് ഏതാ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം ആണെങ്കിൽ രണ്ടാമത്തെ പേര് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്താ പറയാ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നാലാമത്തത് എന്താ? നാലാമത്തതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ. സോ 4 തരത്തിലുള്ള ക്വാണ്ടം നമ്പറുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമത്തത് എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ നോക്കേ, സോ ഇത്രയും ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിലുകൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സോ അതിൽ ഒന്നാമത്തതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? ഇറ്റ് ഗീവ്സ് ദ ഷെൽ, it represents the shell, which shell the electron exists. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് റിപ്രസെന്റ് ചെയ്യാനാണ് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറ്റുന്നത്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വിൽ ഗിവ് ദ ലൊക്കേഷൻ ഓഫ് ദ ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ലൊക്കേഷൻ ആര് തരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ഇൻ എ ഷെൽ. ഒരു ഷെല്ല് അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൽ പ്രസന്റ് ആവുന്ന ഇലക്ട്രോണിന്റെ എനർജി നമുക്ക് തരും. ദാറ്റ് ഈസ് En is equal to -1312 divided by n square. -1312 divided by n square kilojoule per mole. Kilojoule per mole. ഇനി അടുത്ത നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഓൾസോ ഗിവ് ദ നമ്പർ ഓഫ് സബ്ഷെൽ. നമുക്ക് എന്ത് തരും? നമ്പർ ഓഫ് സബ്ഷെൽ കിട്ടും. എന്താ നമ്പർ ഓഫ് സബ്ഷെൽ? നമ്പർ ഓഫ് സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n. നമ്പർ ഓഫ് സബ്ഷെൽ എന്താ? n ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? നമ്പർ ഓഫ് സബ്ഷെൽ ഏതാ? n ആണ്. ഇനി അടുത്ത് ഇറ്റ് ക്യാൻ ഓൾസോ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. നമ്പർ ഓഫ് ഓർബിറ്റൽ ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാ? n സ്ക്വയർ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ. മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ, അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ പ്രസന്റ് ആവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ. മനസ്സിലാത്ത പിള്ളേരോട് ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് സബ്ഷെൽ നമുക്ക് ഇങ്ങനെ കിട്ടുക? n. നമ്മളിപ്പോ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ 1ൽ എത്ര സബ്ഷെലേ ഉള്ളൂ? ഒറ്റ സബ്ഷെലേ ഉള്ളൂ. ദാറ്റ് ഈസ് 1s അല്ലേ? 1s. ഓക്കെ, ക്ലിയർ? 1s ആണ്. നമ്പർ ഓഫ് സബ്ഷെൽ എന്താ? 1. നമ്പർ ഓഫ് സബ്ഷെൽ 1 ആണെങ്കിൽ അതിൽ എത്രയേ ഉള്ളൂ? 1s മാത്രമേ ഉള്ളൂ. 1p ഉണ്ടോ? ഇല്ല. 1d ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? അതിൽ ഒരൊറ്റ സബ്ഷെൽ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ ഒബ്റ്റെയിൻ ദ നമ്പർ ഓഫ് സബ്ഷെൽ. രണ്ടാമത്തെ കാര്യം, വി ക്യാൻ ഓൾസോ ഒബ്റ്റെയിൻ ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. എങ്ങനെയാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് നോക്കിയാൽ ശ്രദ്ധിക്കേ. ഇപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 1 ആണെങ്കിൽ നോക്കേ, അതിൽ ഒരൊറ്റ കള്ളി നമ്മൾ സാധാരണ വരക്കാറില്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് വരക്കുന്ന ഈ ഒരു ഒറ്റ കള്ളി. ഈ കള്ളികളെ, ഓരോ കള്ളികളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ഓരോ കള്ളികളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. സോ n is equal to 1 ആണെങ്കിൽ അവിടെ ഒരൊറ്റ കള്ളി മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി n is equal to 2 ആണെങ്കിൽ അവിടെ 2s ഉണ്ട്, 2p ഉണ്ട്. അവിടെ 2s ഉണ്ട്, 2p ഉണ്ട്. 2s ഇതാ ഒരു കള്ളി. 2p എത്ര കള്ളിയാ? 3 കള്ളി. 2p എത്രയാ? 3 കള്ളിയാണുള്ളത്. സോ നോക്കുക, ശ്രദ്ധിക്കേ. 1 2 3 4 എന്താ? 2 സ്ക്വയർ. അങ്ങനെ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടി കഴിഞ്ഞാൽ we can obtain the number of orbitals. നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഓർബിറ്റൽസ് കിട്ടും. ഇനി അടുത്ത് we can also find out the number of maximum electrons in a shell. ഒരു ഷെല്ലിലുള്ള മാക്സിമം ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. അതെങ്ങനെയാ? 2n square. ഒന്നാമത്തെ ഷെല്ലിൽ n is equal to 1 ആണെങ്കിൽ, if n is equal to 1 ആണെങ്കിൽ അതിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാ? 2n square. that is equal to 2 അല്ലേ? 1s2. ഇനി അടുത്തത് n is equal to 2 ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 2 into 2 square. that is equal to 8. ക്ലിയർ അല്ലേ? n is equal to 3 ആണെങ്കിൽ that is maximum number of electrons can be obtained. that is 18. കേട്ടോ? so we can also obtain the maximum number of maximum number of electrons present in a shell. ഇനി അടുത്തൊരു ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ പോവാണ്. that is called
നോക്കേ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താ അസിമുത്തൽ ക്വാണ്ടം നമ്പർ? ഒരു കാര്യം കൂടി പറയാനുണ്ട് മക്കളെ. So principal quantum number il thanne we can also find the angular momentum L is equal to mvr is equal to nh by 2 pi. ഏതാ nh by 2 pi. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗുലാർ മൊമെന്റം. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കാരണം ഈ ഒരു ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പല എക്സാമിനേഷനും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അടുത്തൊരു ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താ അസിമുത്തൽ ക്വാണ്ടം നമ്പർ? സോ അസിമുത്തൽ ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ പോവാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ ആദ്യത്തെ ഡീറ്റെയിൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ എൽ. നമ്മൾ എന്ത് വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യല്? സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യല്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എൽ? എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 മുതൽ 0 വരെ. n-1 മുതൽ 0 വരെയാണെന്ത്? n-1 മുതൽ 0 വരെയാണെന്ത്? നമ്മുടെ എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കേ, ശരിക്കും ശ്രദ്ധിക്കണേ. ഇനി അടുത്ത് ശരിക്കും ശ്രദ്ധിക്കണേ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ, സോ വി ക്യാൻ ഓൾസോ ഫൈൻഡ് ഇഫ് എൽ ഇസ് ഈക്വൽ ടു 1, ഇഫ് എൽ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അല്ലേ? സോ എൽ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എസ് സബ്ഷെൽ. എന്താ തരാ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എന്താ കിട്ടുക? we can obtain the which subshell the electron is present. ഇലക്ട്രോൺ പ്രസന്റ് ആവുന്ന എന്ത് സബ്ഷെൽ നമുക്ക് കിട്ടുന്നു? ഇലക്ട്രോൺ പ്രസന്റ് ആവുന്ന സബ്ഷെൽ. L is equal to 0 ആണെങ്കിൽ S സബ്ഷെൽ, L is equal to 1 ആണെങ്കിൽ P സബ്ഷെൽ, L is equal to 2 ആണെങ്കിൽ D സബ്ഷെൽ, L is equal to 3 ആണെങ്കിൽ F സബ്ഷെൽ. so we can obtain the subshell. Also we can also find out the angular momentum associated with electron present on angular momentum നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാം. what is the equation for that? L is equal to നോക്കുക, ശരിക്കും ശ്രദ്ധിക്കണേ. L is equal to root of L into L plus 1 h by 2 pi. L into L plus 1 h by 2 pi. So ഓരോ L വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞാലും നമുക്ക് ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇനി അടുത്ത ഒരു ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ പോവാണ്. that is called magnetic quantum number. So the third quantum number is called magnetic quantum number. So what is magnetic quantum number? It is represented by small letter m or ചില ടെക്സ്റ്റുകളിൽ നമുക്ക് ml എന്ന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് l എന്നും കാണാറുണ്ട്. ക്ലിയർ ആണോ? സോ നോക്കേ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് എന്താ തരുന്നത്? ഇറ്റ് ഗിവ്സ് ഓറിയന്റേഷൻ. നമുക്ക് എന്താ കിട്ടുക? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഓറിയന്റേഷൻ നമുക്ക് കിട്ടുന്നു. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഡീറ്റെയിൽ എന്താ ഇലക്ട്രോണിനെ കുറിച്ച്? ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. Okay, so orientation. ഇനി അടുത്തത്, what are the values of the magnetic quantum number? That is m is equal to -L2 plus L. -L മുതൽ L വരെയാണ് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ if L is equal to 3 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3. ഇനി -3 plus 1 -2 plus 1 -1 -1 plus 1 0 0 plus 1 1 1 plus 1 2 2 plus 1 3. Okay, so L is equal to 3 ആണെങ്കിൽ m ന്റെ വാല്യൂ എത്രയാ? -3 -2 -1 0 1 2 3. എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. നോക്കേ, ശ്രദ്ധിക്കണേ, 7 എണ്ണം ഉണ്ട്. ഈ L is equal to 3 എന്ന് പറഞ്ഞാൽ ആരാ? L is equal to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് F സബ്ഷെൽ അല്ലേ മക്കളെ? F സബ്ഷെൽ അല്ലേ? നിങ്ങൾ പല കുട്ടികളും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. F സബ്ഷെല്ലിൽ എത്ര കള്ളികളാ? 1 2 3 4 5 6 7 അല്ലെ? 1 2 3 4 5 6 ഒന്നുകൂടി ഉണ്ട് 7 അല്ലെ? ഈ 7 കള്ളികളാക്കി വരക്കാനുള്ള കാരണം എന്താ മക്കളെ? നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ 7 എണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ F സബ്ഷെല്ലിൽ 7 ആക്കി വരക്കുന്നത്. മനസ്സിലായല്ലോ?
ഇനി പി സബ്ഷൻ ആണെങ്കിലോ പി is equal to 3 1 ആണ്. സോ -1 0 1 എത്ര ഉണ്ട്? മൂന്ന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ മാത്രമേ പി സബ്ഷന്റെ കേസിലുള്ളൂ. സോ പി സബ്ഷന്റെ കേസിൽ എത്ര കള്ളികൾ ഉണ്ടാവും? 3 കള്ളികൾ മാത്രമേ ഉള്ളൂ. പി എക്സ്, പി വൈ, പി സെഡ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? സോ ഇതുകൊണ്ടാണ് നമ്മൾ represent the orientation of orbital. ഒരു ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇനി നമ്പർ ഓഫ് നമുക്ക് എൽ അല്ലെങ്കിൽ എൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ number of magnetic quantum number എങ്ങനെയാ നമുക്ക് കിട്ടുക? ഒറ്റയടിക്ക് കിട്ടാനുള്ള ഒരു ഫോർമുല ഉണ്ട്. 2l plus 1 എത്ര ഉണ്ട്? 2l plus 1 കിട്ടും അല്ല. എങ്ങനെയാ? ഇപ്പൊ l is equal to 3 ആണെങ്കിൽ 2 into 3 plus 1 that is 7. 2 into 3 plus 1 that is 7. സോ നമുക്ക് 7 വാല്യൂസ് എമ്മിന് കിട്ടും. ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഇനി കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. സോ ഇനി ലാസ്റ്റ് ക്വാണ്ടം നമ്പർ ഉണ്ട്. ലാസ്റ്റ് ക്വാണ്ടം നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ നാലാമത്തെ ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ. സോ എന്താ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയാനുള്ള കാരണം? സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ കൃത്യമായി ശ്രദ്ധിക്കണേ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നമ്മൾ ഇലക്ട്രോൺസ് ഓർബിറ്റിലൂടെ റിവോൾവിംഗ് മാത്രമല്ല, ഒരു ആറ്റം ഒരു സ്ഫെറിക്കൽ സിമട്രി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഒരു റിവോൾവിംഗ് മാത്രമല്ല, അതിന്റെ ഒരു ഇമാജിനറി ആക്സിസിൽ എന്തും കൂടി ഉണ്ട്? ഇമാജിനറി ആക്സിസിൽ സ്പിന്നും കൂടി ചെയ്യുന്നുണ്ട്. സോ നോക്കാൻ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ആ സ്പിൻ കാരണം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിന് 2 വാല്യൂ മാത്രമേ ഉള്ളൂ, -1/2 +1/2. കാരണം നമ്മളെ പ്ലാനറ്ററി മോഷൻ പോലെ ഒരു കംപ്ലീറ്റ് സ്പിന്നിങ് അല്ല ഇലക്ട്രോണിന്റെ ഒരു കംപ്ലീറ്റ് സ്പിന്നിങ് അല്ല ഉള്ളത്. എന്ത് മാത്രമേ ഉള്ളൂ? ഹാഫ് സ്പിൻ മാത്രമേ ഉള്ളൂ. സോ -1/2 ഉണ്ട് +1/2 ഉണ്ട്. നമ്മളെ സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്താ? -1/2 and +1/2. And due to the spin we can also find out the spin moment. നമുക്ക് സ്പിൻ മൊമെന്റ് കൂടിയും കണ്ടുപിടിക്കാം. എന്താ സ്പിൻ മൊമെന്റിന്റെ ഇക്വേഷൻ? സ്പിൻ moment is equal to പറ root of s into s plus 1 into h by 2 pi. Okay, h by 2 pi. So root of s into s plus 1 into h by 2 pi. That is the spin quantum number. So ഇത്രയും നമ്മൾ പറഞ്ഞത് ക്വാണ്ടം നമ്പറുകളെ കുറിച്ചാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, that is the very important topic of this session, that is the shape of orbitals. എന്താ? shape of orbitals. So ഇത് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവണം. നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു സൈ വാല്യൂ ഉണ്ടാവും. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈ വാല്യൂ ഉണ്ടാവും. സോ ഈ സൈ വാല്യൂ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ന്യൂക്ലിയയും, r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ആൻഡ് ഓൾസോ സൈ. സോ ഇവര് തമ്മിലുള്ള ഗ്രാഫിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്ന് പറയും, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. സോ ഈ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓരോ ഓർബിറ്റലിനും നമുക്ക് വ്യത്യസ്തമായിട്ടാണ് കിട്ടുക. ഒരു കേസ് നോക്കിയേ, വൺനെസ് ഓർബിറ്റലിന്റെ കേസിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞത് നോക്കേ, y ആക്സിസിൽ സൈയും x ആക്സിസിൽ നമ്മൾ ആറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കേ, സോ ഡിക്രീസിങ്, ഇറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഇത് സൈന്റെ ഗ്രാഫാണ്. JE അഡ്വാൻസ് JE മെയിൻസിനെ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ ഞാൻ പറയാൻ പോകുന്നത്. സൈയും ആറും ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ കർവ്, അതാണ് നമ്മൾ പറയുന്നത്. ഇത് വൺനെസിന്റെ കേസിലാണ്. വൺനെസിന്റെ കേസിൽ ഇതാ ഗോസ് ഓൺ ഡിക്രീസിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കേ, അടുത്ത കേസ് 2sന്റെ കേസാണ്. 2sന്റെ കേസിൽ എങ്ങനെയാ നോക്കേ, 2sന്റെ കേസില് goes on decreasing തന്നെയാണ്. goes on decreasing but steep decreasing ആണ്. and at a point it becomes 0 and it becomes negative after that.
നെഗറ്റീവ് ആവും. പിന്നെ നെഗറ്റീവ് മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതെന്താന്ന് തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ഈസ് ദ ഗ്രാഫ്, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ഓർ psi വാല്യൂ അഗൈൻസ്റ്റ് r ഗ്രാഫ് ഓഫ് ദ 2s ഓർബിറ്റൽ. ഒരു 2s ഓർബിറ്റലിന്റെ കാര്യമാണിത്. ഇനി അടുത്തത് നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണേ. 2p ഓർബിറ്റലിന്റെ കേസിൽ നോക്കാം. സോ 2p ഓർബിറ്റലിന്റെ കേസിൽ നോക്കേ, ഇൻ ദ കേസ് ഓഫ് 2p ഓർബിറ്റലിന്റെ കേസില് നോക്കേ, 2p ഓർബിറ്റലിന്റെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാഫ് പഠിച്ചെടുക്കാവുന്നതാണ്. ആദ്യം ഡിക്രീസിംഗ് ആണ്. എന്താ, ആദ്യം ഡിക്രീസിംഗ് ആണ്. ഡിക്രീസിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ദ 2p ഓർബിറ്റൽ. സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. എങ്ങനെ കിട്ടി, ഇതൊരു എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് വാല്യൂ ആ. സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ് ആണ്. എന്താ, പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ്. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയാനുള്ള എന്ത് സാധനം, എന്താ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണല്ലോ. മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഗ്രാഫ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ 1s നമ്മൾ ഇവിടെ y ആക്സിസിൽ ആരെ എടുക്കുക, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആണ്. x ആക്സിസിൽ ആരെ എടുക്കുക, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. ഓക്കെ, സോ y ആക്സിസ്, x ആക്സിസ്, y ആക്സിസിലെ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ, x ആക്സിസിലെ r. x ആക്സിസിൽ നമുക്ക് എന്താ കിട്ടുക, r ആണ് കിട്ടുക. സോ 1s ഓർബിറ്റലിന്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് 1s ഓർബിറ്റലിന്റെ കേസിൽ നോക്കേ, ഇവിടെ ഗ്രാഫ് എന്താ, സ്റ്റീപ്ലി ഡിക്രീസിംഗ് ആണ്. എന്താ, സ്റ്റീപ്പായിട്ട് ഡിക്രീസിംഗ് ആണ്. നേരത്തെ കൺഫ്യൂഷൻ ആവല്ലേ, നേരത്തെ ഒരു ബ്രോഡ്ലി ഡിക്രീസിംഗ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റീപ്പായിട്ട് ഡിക്രീസിംഗ് ആണ്. ആരുടെ കേസിലെ, പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കർവില്. എന്താ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇതൊക്കെ പോസിറ്റീവ് ആണ്. കാരണം എന്താ, സൈ സ്ക്വയർ ആണ്, നെഗറ്റീവ് വാല്യൂ വരില്ല. ഇനി അടുത്തതിന്റെ കേസിൽ നോക്കേ, 2s ഓർബിറ്റലിന്റെ കേസില്, ഇൻ ദ കേസ് ഓഫ് 2s ഓർബിറ്റൽ, ഒരു 2s ഓർബിറ്റലിന്റെ കേസില് ഓക്കെ, നിങ്ങൾ കാണുന്നെന്ന് പ്രതീക്ഷിക്കുന്നേ. ഓക്കെ, കാണാത്തവരൊന്ന് കമന്റ് ചെയ്യണേ. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ, സോ 2s ഓർബിറ്റലിന്റെ കേസില് നോക്കേ, നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേ, സോ ഇവിടുന്ന് ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. So this is the graph of the 2s orbital. 2s ഓർബിറ്റലിന്റെ ഗ്രാഫ് ആണിത്. ഓക്കെ, ഇനി അടുത്ത നോക്കേ. സോ നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. നിർബന്ധമായിട്ട് നമുക്ക് എല്ലാ കൊല്ലവും ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാറുണ്ട്. 1-2 ക്വസ്റ്റ്യൻ ഇവിടെ വരാറുണ്ട് കേട്ടോ. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി കർവ്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ കർവ്, അല്ലെങ്കിൽ സൈ കർവ്, അല്ലെങ്കിൽ സൈ സ്ക്വയർ കർവ് നമുക്ക് എല്ലാ വർഷവും എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. ഇനി അടുത്ത 2p ഓർബിറ്റലിന്റെ കേസിലാണെങ്കിൽ നോക്കേ, ഇവിടെ നേരത്തെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഡിക്രീസിംഗ് ആണ്. ഓക്കെ, സിമിലർ ഷേപ്പ് ആണ് ഗ്രാഫിന്, ബട്ട് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിക്രീസിംഗ് ആണ് ആരുടെ കേസിലെ, 2pയുടെ കേസിലുള്ളത്. ഓക്കെ, ഇനി കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഡെപ്തിലേക്കാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വോളിയം കൊണ്ട് ഇൻഡു ചെയ്യണം. സോ ഞാൻ ഇവിടെ നോക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കേ, ഇത് ന്യൂക്ലിയസ് ആണ്. ഇതൊരു 1s ഓർബിറ്റൽ ആണ്. ഞാൻ ഇവിടെ ഇത് r ആണെന്ന് വിചാരിക്കാം. r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഇതിന്റെ റേഡിയസ് ആണ് r. ഞാൻ ഇവിടെ ഉള്ള ഒരു പോയിന്റ്, ഒരു ആർബിറ്ററി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മക്കളെ, ഞാനൊരു ആർബിറ്ററി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആർബിറ്ററി പോയിന്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയോ, dr. ഈ ഡിസ്റ്റൻസ് എത്രയാ, dr ആണ് വരുന്നത്. സോ ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r പ്ലസ് dr ആണ്. ടോട്ടൽ റേഡിയസ് എന്താ, r പ്ലസ് dr ആണ്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കൊരു ആർബിറ്ററി പോയിന്റിലെ വോളിയം ആണ് കാണേണ്ടത്. ആർബിറ്ററി പോയിന്റിലെ വോളിയം കാണണ്ടേ, നമ്മൾ എടുക്കുന്നത് ചേഞ്ച് ഇൻ വോളിയം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dv. ഈ dv ആയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ,
ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. ഈ dv യുമായിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിള്ളേരെ. സോ dv എങ്ങനെ കാണാനറിയോ? dv കാണുന്നത് നോക്കേ 4/3. ആദ്യം ടോട്ടൽ വോളിയം എടുക്കാം. ഈ ലാർജർ സർക്കിളിന്റെ വോളിയം 4/3 പൈ r ക്യൂബിന് പകരം r പ്ലസ് dr ഓൾ ക്യൂബ്. r പ്ലസ് dr ഓൾ ക്യൂബ് ആണ്. ഇനി അടുത്തത് ഓക്കെ മൈനസ് ഇതാ ഈ സ്മോളർ കർവിന്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 പൈ r ക്യൂബ്. 4/3 പൈ r ക്യൂബ് ആണ്. സോ ഇത് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇത് a പ്ലസ് ബി ഓൾ ക്യൂബ് ആയിട്ട് എടുത്തു നോക്കുക. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 പൈ r സ്ക്വയർ dr. എന്താ കിട്ടുക? 4 പൈ r സ്ക്വയർ dr ആണ് കിട്ടുക. സോ ഇതാണ് ചേഞ്ച് ഇൻ വോളിയം. എന്താ? ചേഞ്ച് ഇൻ വോളിയം ആണിത്. ഓക്കെ, സോ ഈ ചേഞ്ച് ഇൻ വോളിയവും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ? ശരിക്കും ശ്രദ്ധിക്കണേ. നമുക്ക് കിട്ടുന്ന നോക്കേ, നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ? നമുക്ക് നമ്മുടെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് കൃത്യമായിട്ട് നമുക്ക് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇനി നോക്കേ, ശ്രദ്ധിക്കണേ. ഇനി ഗ്രാഫുകൾ തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പറയാൻ പോവാണേ. ഗ്രാഫുകൾ തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, സോ ശരിക്കും ശ്രദ്ധിക്കാം. സോ ആദ്യം പ്രോബബിലിറ്റി നോക്കേ. പ്രോബബിലിറ്റി of electron, probability of finding electron against r. Okay, so oneness orbital കേസിൽ, in the case of oneness orbital, ഒരു oneness orbital കേസിൽ നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ? ഇതാണ് കിട്ടുന്നത്. വൺനെസ് ഓർബിറ്റലിന്റെ കേസിൽ ഇതാണ് കിട്ടുന്നത്. എങ്ങനെയാണ് വൺനെസ് ഓർബിറ്റലിന്റെ കേസിൽ ഇതാ കിട്ടുന്നത്? കാരണം നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് വരച്ചു. പ്രോബബിലിറ്റി ഡെൻസിറ്റി എഗെയിൻസ്റ്റ് ആറ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി എഗെയിൻസ്റ്റ് ആറും അതുപോലെ തന്നെ വോളിയത്തിന്റെ ആറും വോളിയവും തമ്മിലുള്ള ഗ്രാഫ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതെന്താ നോക്കേ, നമ്മൾ ഡിസ്റ്റൻസ് ആദ്യം 0 ആണ്. നമ്മൾ ന്യൂക്ലിയസിൽ എന്താ 0 ആണ്. ന്യൂക്ലിയസിൽ 0, പിന്നെ ഇൻക്രീസ് ചെയ്ത് ഒന്ന് മാക്സിമൽ എത്തും. മാക്സിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. മാക്സിമയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ. എന്താ പറയാ? ഓർബിറ്റൽ. സോ നോക്കെ, ശരിക്കും ശ്രദ്ധിക്കേ, ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കേ. ഇതാണ് ന്യൂക്ലിയസ്. സോ ഞാൻ ന്യൂക്ലിയസിൽ ആറിന് അങ്ങോട്ട് പോയി. ആറിന് ഇങ്ങനെ 3D സ്ട്രക്ചർ ആണല്ലോ. സോ ശ്രദ്ധിക്കുക, ഞാൻ എക്സ് ആക്സിസിൽ ഇങ്ങനെ പോയി. 6 കൂടി വന്നു. സോ പ്രോബബിലിറ്റി കൂടി വന്നപ്പോൾ ഇതാ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ മാക്സിമം ആണ്. അതേപോലെ മറ്റൊരു ഡിറക്ഷനിൽ എടുക്കുകയാണ്. സോ വൈ ആക്സിൽ എടുക്കുകയാണ്. വൈ ആക്സിൽ എടുക്കുന്ന സമയത്ത് ഇതാ പ്രോബബിലിറ്റി ഇങ്ങനെ 6 കൂടുന്നതിനനുസരിച്ച് പ്രോബബിലിറ്റി കൂടി മാക്സിമത്തിലെത്തി. ഇവിടെ ഒരു പോയിന്റ്. സോ എല്ലാ പോയിന്റ് കൂടി നോക്കുന്ന സമയത്ത് ഇതൊരു സർക്കിൾ ആണ്. അറ്റേ പ്ലെയിനിൽ എന്താ വരിക? ഇതൊരു സർക്കിൾ ആണ്. ഈ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് ഡിസ്കിന്റെ എന്താ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്താ വരിക? ഒരു ഹാർഡ് ഡിസ്കിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്താ വരിക? ദാറ്റ് ഈസ് സ്ഫിയർ. ദാറ്റ്സ് വൈ oneness orbital or s orbital is a sphere. അതുകൊണ്ടാണ് oneness orbital എന്താ? സ്ഫിയർ ആയത്. ഇനി 2s ഓർബിറ്റൽ എന്താ? സ്ഫിയർ ആണ്. ഞാൻ ഏതായാലും വരച്ച ഇത്രയേറ്റം പറഞ്ഞതല്ലേ. സോ നമുക്ക് 2s ഓർബിറ്റലും 2p ഓർബിറ്റലും പറയാം. 2s ഓർബിറ്റലിന്റെ കേസിലെ ഗ്രാഫ് എങ്ങനെ വരുന്നത് അറിയോ? 2s ഓർബിറ്റലിന്റെ കേസിൽ ഗ്രാഫ് വരുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ എന്റെ പൊന്നു മക്കളെ. നോക്കേ, ആദ്യം എന്താ ഇവിടെ ഡിക്രീസ് ചെയ്തോ, പിന്നെ ഇൻക്രീസ് ചെയ്തോ, പിന്നെ ഡിക്രീസ് ചെയ്യുന്നോ. സോ നോക്കേ, ശ്രദ്ധിക്കേ. സോ 2s ഓർബിറ്റലിന്റെ കേസിൽ ഇതാണ് ഗ്രാഫ്. നോക്കേ, ആദ്യം നോക്കേ 6 കൂടുമ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആയി, പിന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മിനിമം ആയി അല്ലെങ്കിൽ 0 ആയി, പിന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം ആയി, പിന്നെ എന്ത്? ഇതാണ് എന്ത്? ഓർബിറ്റൽ. ഇതാണ് ഓർബിറ്റൽ. 1s ഓർബിറ്റൽ നിങ്ങൾ കണ്ടു, ഇപ്പൊ 2s ഓർബിറ്റലും കണ്ടു. സോ ഇതിന്റെ ഇടക്ക് ഇതാ പ്രോബബിലിറ്റി ന്യൂക്ലിയസിന്റെയും ഈ ഓർബിറ്റലിന്റെയും ഇടക്ക് ഒരു നോക്കിയ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്തായി? 0 ആയി.
അത്തരത്തിൽ ന്യൂക്ലിയസിന്റെ ഇടക്കും അല്ലെങ്കിൽ ഓർബിറ്റലിന്റെ ഇടക്കും തമ്മിൽ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആണെങ്കിൽ അത്തരത്തിലുള്ള റീജിയൻ അറൗണ്ട് ആറ്റം ഈസ് കോൾഡ് the region around the atom is called node. എന്താ പറയാ? നോഡ് എന്ന് പറയും. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സ്ഫെറിക്കൽ നോഡ് എന്ന് പറയും. എന്താ പറയാ? സ്ഫെറിക്കൽ നോഡ് എന്ന് പറയും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2p ഓർബിറ്റലിന്റെ കേസിൽ എടുക്കാം. 2p ഓർബിറ്റലിന്റെ കേസിൽ ഓക്കെ, ഇത് 2s ഓർബിറ്റലാണ്. ഇനി നമുക്ക് 2p ഓർബിറ്റലിന്റെ കേസിൽ എടുക്കാം. In the case of 2p orbital, the shape of the graph is this one. So in the case of the 2p orbital, the shape of the graph ഇതെന്ത് ചെയ്യും? x axis touch ചെയ്യും ട്ടോ. 2p orbital x axis touch ചെയ്യേ. So probability of finding electron ആദ്യം കൂടി maximum ആയി. So ഈ maximum ആകുന്ന സ്ഥലത്തിനെ നമ്മൾ പറയുന്ന പേര് ഓർബിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർബിറ്റൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവിടെ നോഡൽ പ്ലെയിൻ ഉണ്ട്. ആ നോഡൽ പ്ലെയിനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചില സമയത്ത് ഞാൻ ഇവിടെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാരണം നിങ്ങൾ NCERT-യിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് സമയമെടുത്ത് വരച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ NCERT ടെക്സ്റ്റിൽ ആ ഒരു സംഭവം കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ കൃത്യമായിട്ട് വരച്ചതിൽ നിന്നും ഞാൻ ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഓൺലി ഫോർ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാടായിട്ട് ഈ ഏരിയയിൽ ചോദിക്കാറുണ്ട്. സോ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. സോ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ഒന്ന് നോക്കേ, 1s ഓർബിറ്റൽ എന്താ? 1s ഓർബിറ്റൽ സ്ഫിയർ ആണ്. 2s ഓർബിറ്റൽ എന്താ? സ്ഫിയർ ആണ്. 2p ഓർബിറ്റൽ എന്താ? 3 ടൈപ്പ് 2p ഓർബിറ്റൽ ഉണ്ട്. ഏതൊക്കെയാണ്? 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. x ആക്സിസിൽ 2p ഉണ്ട്, y ആക്സിസിൽ 2p ഉണ്ട്, z ആക്സിസിലും 2p ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഡി ഓർബിറ്റലിന്റെ കേസിൽ dxy ഉണ്ട്, dyz ഉണ്ട്, dxz ഉണ്ട്, dx² - y² ഉണ്ട്, dz² ഉണ്ട്. അങ്ങനെ 5 ഓർബിറ്റലുകളാണ് ഉള്ളത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? സോ ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ and the quantum mechanical model of atom. Is the most controversial topic of this +1 syllabus ആണ്. +1 syllabus തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മളിപ്പം പറഞ്ഞത്. കൃത്യമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ട് കളയാം.